അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവം വചനം വ്യാഖ്യാനിച്ചു കൊടുക്കും. ഇത് വ്യാഖ്യാനിച്ച് കിട്ടിയാൽ ഉറപ്പാണ് പരിശുദ്ധാത്മാവിനെ കിട്ടും. വിജാതീയനെ ബൈബിള് കിട്ടി, അവൻ ഈ ബൈബിളും വായിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ബൈബിൾ വായിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പീലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യനോട് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. നീ പോയി ആ രഥത്തോട് ചേർന്ന് നടക്കുക, എന്നിട്ട് അവനോട് ചോദിക്കുക, വായിക്കുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഷണ്ടൻ തിരിച്ചു ചോദിക്കൂ, വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാവും? ഇതാണ് ബൈബിളിൻ്റെ ഉത്തരം. ബൈബിൾ മനസ്സിലാക്കണോ? എന്ത് വേണം? വ്യാഖ്യാനം വേണം. ബൈബിൾ വെറുതെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഒക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. എല്ലാം പോയി തപ്പരുത്. പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവവചന പഠനങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ വ്യാഖ്യാനിച്ചു മനസ്സിലാക്കണം. ഇന്ന് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്ന് ധ്യാനിക്കാമെന്ന് കരുതുകയാണ്. പരിശുദ്ധാത്മാവ്, ഞാനിത് പറയാൻ കാര്യം, ധാരാളം പേരുടെ സങ്കടങ്ങൾ, ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒരു പരിഹാരമില്ലാതെ നീളുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഭൂമിയിൽ സങ്കടങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏക പരിഹാരമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ റൂഹായെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമ്മൾ ഉയരാനുള്ള കാരണമാകും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 2 ഭാഗങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് 2 തലങ്ങളുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ കണക്കെയാണ് ക്രിസ്തീയ ജീവിതം. ഇപ്പോൾ എൻ്റെ ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് 2 തലങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബിബിന് ക്രിസ്തീയ ജീവിതമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതമായ ബിബിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്കെല്ലാവർക്കും ക്രിസ്തീയ ജീവിതമാണോ, അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൽ നമ്മൾ നേടിയെടുത്ത രക്ഷ എന്ന് വച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ രക്ഷപ്പെടില്ല എന്ന് കരുതിയ, ഗതികെട്ടുപോയ, പാപത്തിനടിപ്പെട്ടു പോയ, എല്ലാ തരത്തിലും തളർന്നു പോയ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഗുണം കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ മെച്ചം കൊണ്ട്, അവൻ്റെ കുരിശുമരണം കൊണ്ട് നമ്മളെ രക്ഷിച്ചു. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പുറം, ഒരു വശം. യേശു ക്രിസ്തു നമ്മെ രക്ഷിച്ചു, പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിനൊരു മറുപുറമുണ്ട്, ഒരു നാണയത്തിൻ്റെ മറുപുറം. ഇത് 2 കൂടെ ചേരുമ്പോഴേ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. ഒന്ന്, യേശു തൻ്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തു. എന്നാൽ 2, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ, ചൈതന്യം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടു. ഇതാണ് ആത്മനിറവിൻ്റെ ജീവിതം. പല ആളുകളും യേശു രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് തീരുകയാണ്. പല ആളുകളും ഈ ജീവിതത്തിൽ ഒരു കുമ്പസാരം കൊണ്ട്, പാപമോചനം കൊണ്ട് മതി, നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മതി, ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന് കരുതും. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതം ആനന്ദദായകമാകാൻ, ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ, മനസ്സിൽ വിഷാദങ്ങൾ പേറി ജീവിക്കാതെ ദൈവികമായൊരു പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് വേണ്ട 2ാമത്തെ തലത്തെക്കുറിച്ച് നമ്മളാരും കൂടുതൽ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഈ ആനന്ദത്തിൻ്റെ കാരണമായ, അഭിഷേകത്തിൻ്റെ കാരണമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം, നമ്മൾ വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത. ഇല്ല എങ്കിൽ ഒരു ചിറക് മാത്രമേ നമുക്കുള്ളൂ, പറന്നുയരാൻ പറ്റാതാകും. ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചിറക് കൊണ്ട് ഒത്തിരി പറക്കാൻ പറ്റില്ല, വീണുപോകും. ഈ 2 ചിറകുകളും നമുക്ക് ആവശ്യമാണ്. നാം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും വേണം, എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ്, ഒരു എണ്ണ കത്താൻ നമുക്ക് വേണം. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും.
ഇല്ലെങ്കിൽ ഈ വിഷയം കാര്യം ശരിയാണ്, പാപമൊക്കെ മോചിച്ചു, പക്ഷേ കേൾപ്പില്ല, കിയോ എന്നിരിക്കുകയാണ്. ഏത് ചെറിയ പ്രശ്നം വന്നാലും തളർന്നു പോകും. ഒരു ധൈര്യമില്ല, മനസ്സിനൊരു കട്ടിയില്ല, ഒരു ബലമില്ല. കാരണം എന്താണ്? കാരണം ഈ ആത്മനിറവ് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആളുകൾ വന്നിട്ട് കർത്താവേന്ന് നിലവിളിക്കും, ദൈവമേ എന്ന് നിലവിളിക്കും. പാവങ്ങളാണ്. ഈശോയിൽ വിശ്വാസമുണ്ട്, ഈശോ രക്ഷിച്ചു എന്ന് വിശ്വാസമുണ്ട്, പക്ഷെ എന്നാലും വാവിട്ട് കാറിക്കൂവി നിലവിളിക്കും. അപ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞേ, ഞാൻ നിനക്ക് തന്ന പരിശുദ്ധാത്മാവ് എന്തിയേ? നീ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ കിടന്ന് കാറിക്കൂവാൻ കാര്യമുണ്ടോ? Where is the Holy Spirit? ഞാൻ നിനക്ക് തന്ന പരിശുദ്ധാത്മാവ് എവിടെ? അപ്പം അതിന് നമ്മൾ അറിയണം പരിശുദ്ധാത്മാവ് ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ് എന്നറിഞ്ഞെങ്കിലേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, ബലത്തിൽ നമുക്ക് ഈ ഭൂമി ജീവിച്ച് തീർക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു അറിവുണ്ടാണ്. പലരും കരുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ കാറ്റ് ഫാൻ്റെ കാറ്റ് കണക്കൊരു കാറ്റ്, ദേ. ചിലർ കരുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുപാടി 3-ാമത്തെ സ്റ്റാൻസായിൽ ദേ വരുന്നു പരിശുദ്ധാത്മാവ്, അങ്ങനെയാണ് കരുതുന്നത് പരിശുദ്ധാത്മാവിനെ. ചിലർ കരുതിയിരിക്കുന്നത് തീ ഞാൻ ഒരു തീ കണ്ട് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് വിവിധങ്ങളായ മാനിഫെസ്റ്റേഷൻസ്, വിവിധങ്ങളായ വെളിപ്പെടുത്തലുകൾ നൽകിയതാണ്. എന്നാൽ ഇതല്ല പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്, ശക്തിപ്രാഭവങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ബൈബിൾ പഠിപ്പിക്കുന്നത്, തിരുസഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എന്നെ പോലെ, ഇവിടെ ഇരിക്കുന്ന അഖിലയെ പോലെ, ജൂലിയയെ പോലെ, ബിനോയ്ഷനെ പോലെ, ഗ്ലാഡ്വിനെ പോലെ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, സ്വരമേറി ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് പറയാൻ കാര്യം എന്താ? ഒരു വ്യക്തിക്കുള്ള എല്ലാ സവിശേഷതകളും പരിശുദ്ധാത്മാവിനുണ്ട്. എവിടെ പറഞ്ഞു? ബൈബിളിൽ പറഞ്ഞു. ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത് 3 കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, വ്യക്തിയുടെ ഇൻ്റലക്റ്റ്, ബുദ്ധിയുള്ളവൻ മാത്രമാണ് വ്യക്തി. അതുകൊണ്ടാണ് മൃഗങ്ങളെ നമ്മൾ വ്യക്തി എന്ന് വിളിക്കത്തില്ല. ബുദ്ധിയുള്ളവരാണ് വ്യക്തികൾ, ഇൻ്റലക്റ്റ്. 2, വിൽ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ്. 3, ഇമോഷൻസ്, വികാരങ്ങൾ. ഇത് 3മാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം: മനുഷ്യൻ്റെ ബുദ്ധിശക്തി, മനുഷ്യൻ്റെ വികാരങ്ങൾ, മനുഷ്യൻ്റെ ഇച്ഛാശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഇൻ്റലക്റ്റ്, വിൽ ആൻഡ് ഇമോഷൻസ്. ഇത് 3മാണ് ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത്. ഇനി ബൈബിളിലേക്ക് നമുക്ക് തിരിയാം. പരിശുദ്ധാത്മാവ് ഈ 3 കാര്യങ്ങളുമുള്ള ആളാണ് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വെറും ഒരു ശക്തിയല്ല, ഇത് വെറും ഒരു കാറ്റല്ല, പ്രാവല്ല, തീയല്ല, ഇത് ഒരു വ്യക്തിയാണ്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി. യേശുക്രിസ്തു തൻ്റെ ജീവൻ നൽകി നമുക്ക് തന്ന വ്യക്തിയാണവൻ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അതാണ് പരിശുദ്ധാത്മാവ്. അവൻ വന്ന് he will teach you. അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇത് അറിയാത്തത് കൊണ്ട് നമുക്ക് ഈ ആത്മനിറവില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ വാല്യൂ നമുക്ക് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ കൂടെ നിർത്താൻ പഠിക്കണം, ശീലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് വികാരമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറയാൻ കാര്യം, പരിശുദ്ധാത്മാവിന് വികാരമുണ്ട്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നീ വേദനിപ്പിച്ചാൽ നോവുന്ന, കണ്ണ് നിറയുന്ന ഒരാളിന്റെ പേരാണ് എന്ത്? ത്രിത്വത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നീ പാപം ചെയ്യുമ്പോൾ അവന്റെ വികാരം മുറിപ്പെടും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറയാൻ കാര്യം. അവന് വേദനിക്കും, അവന് കരയും, നൊമ്പരമുണ്ടാകും. അവൻ മാറിയിരുന്ന് പ്രാവിനെ പോലെ കുറുകും.
കാരണം അവന് താങ്ങാൻ പറ്റുന്നില്ല. പാപത്തിന്റെ മ്ലേച്ഛതയിൽ ഈ ഭൂമി പോകുന്നത് കണ്ടിട്ട് അവന് താങ്ങാൻ പറ്റാതെ അവൻ കണ്ണു നിറഞ്ഞു കരയും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് എഫെസ്യർ 4:30, നിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിവേദനിപ്പിക്കരുതേ. വീണ്ടും പരിശുദ്ധാത്മാവിന് ബുദ്ധി, ഇന്റലക്ട്. കൊറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1 കൊറിന്തോസ് 2:11 നമ്മൾ വായിക്കുന്നുണ്ട്. വില്യം എന്ന് വായിക്കാമോ? 1 കൊറിന്തോസ് 2:11. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? ഒന്ന് ശ്രദ്ധിക്കണം. മനുഷ്യന്റെ അന്തർഗതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എന്ത് നടക്കണം, ചെന്ന് നടക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കണം, ചെന്ന് കിടന്നതിന് ശേഷം നാളെ ഇനി എന്ത് സംഭവിക്കണം, ഇതെല്ലാം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്തർഗതങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വചനം, അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകതയാണ് ദൈവത്തിന്റെ ചിന്തകളെ, പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ ഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, വെളിപ്പെടുത്തി തരും. ഇപ്പൊ നോക്കുക പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ജ്ഞാനമുള്ള, ബുദ്ധിയുള്ള വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അവൻ ചിന്തിക്കും, ഗ്രഹിക്കും. അവൻ നമ്മുടെ വിചാരങ്ങളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവനാണ്. വീണ്ടും പരിശുദ്ധാത്മാവ് ഒരു ഇച്ഛാശക്തിയുള്ള വ്യക്തിയാണ് എന്ന് പറയാൻ കാര്യം എന്താ എന്ന് പറഞ്ഞാൽ, തീരുമാനമെടുക്കാൻ, എന്നെ പ്രതി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവിന് കഴിവുണ്ട് എന്ന് പറയാൻ കാര്യമാണ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനം. 1 കൊറിന്തോസ് 12:11 പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഇച്ഛാശക്തിയുള്ള ആളാണെന്ന്. വായിക്കാമോ? തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. തന്റെ ഇച്ഛയ്ക്കൊത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വിൽ പവർ ഉണ്ട്, തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കഴിവുണ്ട്. എൻ്റെ വീടിനെ കുറിച്ച്, എന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് തീരുമാനമെടുക്കും. എൻ്റെ കുഞ്ഞിങ്ങനെ പോയാൽ മതി, എൻ്റെ കുഞ്ഞിങ്ങനെ രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞിന് ഇതാണ് വഴി. ഈ തീരുമാനമെടുക്കുന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തരും പ്രത്യേക അനുഗ്രഹങ്ങൾ, ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവെന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറുപുറം, ആത്മനിറവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വ്യക്തിത്വം, തനിമ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ വന്നത് നമ്മുടെ പട്ടിണി മാറ്റാനല്ല. പലരും ചിന്തിച്ചേക്കാം, കുറേ ഫുഡ് തരാനാണ് ഈശോ വന്നത്. ഈശോ വന്നത് നമ്മുടെ രോഗം മാറ്റാനല്ല. കാരണം ഈശോ സുഖപ്പെടുത്താത്ത ആയിരങ്ങൾ പാലസ്തീനയുടെ നാട്ടുകളിലുണ്ട്. ഈശോ 3 വർഷം കൊണ്ട് സുഖപ്പെടുത്താത്ത പല ആളുകളും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോയപ്പോൾ ഒരു മുടന്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്, വർഷങ്ങളായി അവൻ ആ കവാടത്തിൽ, സുന്ദര കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈശോ ജീവിച്ചിരുന്നപ്പോഴും, ഈശോ ജെറുസലേം പള്ളിയിൽ വന്നപ്പോഴും ഈ മുടന്തൻ എവിടെ ഇരിപ്പുണ്ടായിരുന്നു? ജെറുസലേം പള്ളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈശോ എന്തേ അവനെ സുഖപ്പെടുത്താത്തത്? ഉത്തരം ഇത്രയേ ഉള്ളൂ, ഈശോ വന്നത് നമ്മുടെ രോഗം മാറ്റാനല്ല. രോഗം മാറും. ഇന്നൊരു സാക്ഷ്യമുണ്ട്, നമ്മുടെ മോളിമാമ അത് പറയും. നമ്മുടെ ഈശോ വന്ന് രോഗം മാറ്റിയിട്ടുണ്ട്. മനുഷ്യന് വിചാരിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ഇടപെട്ട് ഈ ആരാധനയെ വന്ന് സംബന്ധിച്ചാൽ ഈശോ കൈനീട്ടി സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷേ മനസ്സിലാക്കണം, ആത്യന്തികമായി ഈശോ വന്നത് കുറച്ച് ഫുഡ് തരാനോ, കുറച്ച് രോഗം മാറ്റാനോ, കുറേ സ്കൂൾ പണിയാനോ, കുറേ ആശുപത്രി കെട്ടിടങ്ങൾ പണിയാനോ അല്ല. ഈശോ വന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, ഈ ഭൂമിയിൽ നീ തലയെടുപ്പോടെ ജീവിക്കണം.
ഈ ഭൂമിയിൽ നേര് നീ അറിയണം. ഈ ഭൂമി നിന്റെ രക്ഷയുടെ അടിത്തറ എന്താണെന്ന് നീ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നിനക്ക് ജീവൻ ഉണ്ടാകണം. 4 പേരുടെ മുൻപിൽ നീ ധൈര്യത്തോടെ നിൽക്കണം. നീ ചവിട്ടി നിൽക്കുന്നിടത്ത് മണ്ണ് ഒലിച്ചു പോകാൻ പാടില്ല. ഇത് ദൈവത്തിന്റെ നിർബന്ധമാണ്. ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതിന് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്താൻ പഠിക്കണം. ഹല്ലേലൂയ, സ്വരമതി, ഹല്ലേലൂയ. The solution to every problem in this world is Holy Spirit. ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം തരുന്ന പരിഹാരമാണ് പരിശുദ്ധാത്മാവ്. ഒരു പയ്യൻ എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ ഒരു 10,000 രൂപ തരണം. 10,000 രൂപ തരണം. ഞാൻ പറഞ്ഞു, എന്തിനാടാ? അച്ഛാ, എനിക്ക് നല്ല മനോഹരമായ ഒരു കച്ചവടം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്, 10,000 രൂപ തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 10 രൂപ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നീ 3 മാസത്തിനുള്ളിൽ തിരികെ വന്നിട്ട് വീണ്ടും 10,000 ചോദിക്കും. എന്തിനാണ്? മറ്റൊരു കച്ചവടം തുടങ്ങാൻ. ആ കച്ചവടം കോവിഡ് വന്ന് പോയി, അതുകൊണ്ട് പുതിയ കച്ചവടം തുടങ്ങാനാണെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം. ഈ അപ്പൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ല, ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്ന് അലമുറയിട്ടും എന്നറിഞ്ഞിട്ടും ഈ അപ്പൻ എന്തുകൊണ്ടാണ് ഈ ധൂർത്തപുത്രനെ ATM പൈസ ഇട്ട് കൊടുക്കാഞ്ഞത്? ഈ അപ്പൻ അറിയത്തില്ലായിരുന്നു, എൻ്റെ മോനാണ് പട്ടിണി കിടക്കുകയാണ്, എൻ്റെ മോൻ ധൂർത്തൻ, അവൻ പോയി എല്ലാം നശിപ്പിച്ചു, അവനിപ്പോൾ പട്ടിണിയാണ്, ഉടുതുണി മറുതുണി ഇല്ല. അതുകൊണ്ട് ഒരു ശിഷ്യനെ വിട്ടിട്ട്, ഒരു വേലക്കാരനെ വിട്ടിട്ട് അവനൊരു 10,000 രൂപ കൊടുത്തരട, അവൻ രക്ഷപ്പെടുന്നത്. എന്താ ഈ അപ്പൻ ചെയ്യാഞ്ഞത്? അപ്പൻ അറിയായിരുന്നു ഇപ്പോൾ ഒരു 10,000 രൂപയുടെ അവൻ്റെ കൈ കൊടുത്താലും അവൻ രക്ഷപ്പെടില്ല. കാരണം അവന് സുബോധം വന്നിട്ടില്ല, അവന് ജ്ഞാനം കിട്ടിയിട്ടില്ല. അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല. പൈസയല്ല നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം. കുറെ പൈസ കിട്ടിയ ആളുകൾ പിന്നെയും 40 ലക്ഷം കൂടെ കടമാക്കിയിട്ട് വരും. കാരണം എന്താണെന്നറിയാമോ? ഈ വെട്ടം, ഈ ജ്ഞാനം കിട്ടണം. ഇത് കിട്ടാത്തടത്തോളം കാലം നമ്മൾ ദുരിതത്തിലായിരിക്കും, പിന്നെയും പിന്നെയും ദുരിതത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനം 77:10. അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി എന്താണത്? പരിശുദ്ധാത്മാവ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തനം 77:10. സങ്കീർത്തകൻ തിരിച്ചറിഞ്ഞു എന്റെ ദുഃഖത്തിന്റെ കാരണം, എന്റെ കടഭാരത്തിന്റെ കാരണം, രോഗത്തിന്റെ കാരണം, എന്റെ വിഷാദത്തിന്റെ കാരണം, എന്റെ കലഹങ്ങളുടെ കാരണം, ഭയത്തിന്റെ കാരണം, എന്റെ തടസ്സങ്ങളുടെ കാരണം അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകുന്നില്ല. പ്രകടമാകാത്തതിന്റെ കാരണം വിശുദ്ധിയും അശുദ്ധിയും ഒന്നിച്ചു പോവില്ല. മ്ലേച്ഛതയും പരിശുദ്ധിയും ഒന്നിച്ചു പോവില്ല. രണ്ടും 2 തട്ടിൽ നിൽക്കും. അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാൻ നീ സ്വയം തീരുമാനമെടുത്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഒരിക്കലും ഞാനിരുന്ന് ഈശോയോട് ഇങ്ങനെ ആരാധനയിൽ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആരാധന ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്കൊരു ചിന്ത, ഈശോയെ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാണ്. മനസ്സിലായി ഒരു ചിന്ത ഞാൻ കയറി വരിക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ, ഈ ശൈലിയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ എനിക്കൊരു പ്രത്യേക ആരാധന, ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇനിയിപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിലോ? പോയില്ലേ വയസ്സ്, എത്ര വർഷമായി ഇത്രയും നാൾ പ്രാർത്ഥിച്ചതെല്ലാം വെള്ളത്തിലായോ? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ കയറി വരും, ദൈവത്തിന് ഇനി ഇഷ്ടം. അതിന് തക്കതായിട്ടാണ് ബൈബിൾ എടുക്കുമ്പോൾ, അന്ന് നിങ്ങൾ പലരും വന്ന് എന്നോട് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ, രോഗസൗഖ്യം നടത്തിയില്ലേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അപ്പോൾ കർത്താവ് പറയും, ആരാ? എവിടുന്ന? ഇങ്ങനെ വല്ലതും ചോദിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ഇങ്ങനൊരവസ്ഥ വന്നാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ ചിന്തിച്ച്, കർത്താവേ, ഇനി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിലോ? ബൈബിളിൽ ഉത്തരവുണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം
17, 18, 19 വാക്യങ്ങൾ കർത്താവ് കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ ദൈവമേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും? ദൈവത്തിന്റെ ഹിതം, നീ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ജീവിക്കുന്നത് ദൈവഹിതമാണോ, ദൈവത്തിന് ഇഷ്ടമാണോ എന്നറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ: പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വേണമെന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നീ ചെയ്യുന്നത് ദൈവഹിതമല്ല എങ്കിൽ അത് മുടങ്ങിപ്പോകും. കർത്താവ് അത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട, ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ഇല്ലെങ്കിൽ പോട്ടനാട്ടം കണ്ടതുപോലെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ഭൂമിയിലും ജീവിതം വിജയിക്കണമെങ്കിൽ സീക്ക് ദ ഹോളി സ്പിരിറ്റ്. അവനെ അന്വേഷിക്കണം, ചോദിക്കണം. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ മുട്ടണം. മുട്ടുമ്പോൾ എഫാത്ത തുറക്കപ്പെടും, സ്വർഗം തുറക്കപ്പെടും, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അതുകൊണ്ട് നിരന്തരം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ ചോദിക്കണം. ഹല്ലേലൂയ, സ്വരമേറി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് കിട്ടുക? അതിൻ്റെ ഒരു വഴി പറഞ്ഞുകൊണ്ട് നമ്മൾ ആരാധന പൂർത്തിയാക്കുകയാണ്. അതിനുള്ള ഒരു വഴി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ജ്ഞാനത്തിൻ്റെ വഴി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിനെ കിട്ടണം, കിട്ടണം, കിട്ടണം. അതിനുള്ള ഒരു വഴി ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചിരിക്കണം. ബൈബിൾ, ഈ പുസ്തകം, വചനം, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ തിരയണം. അതായത് ബൈബിൾ വായിച്ചിട്ട് ഇത് വ്യാഖ്യാനിച്ച് കിട്ടുന്നവന് ദൈവം തരുന്ന അവകാശമാണ്, പ്രോമിസാണ് പരിശുദ്ധാത്മാവ്. ഇത് ഞാനൊരു എലൈറ്റ് ഗ്രൂപ്പിനോടാണ് സംസാരിക്കുന്നത്. ദാഹത്തോടെ ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പിനോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം കൂടുന്ന് പറയണമെന്ന് ആത്മാവിൽ പ്രേരിതമായി പറയുന്നത്. അതായത് ബൈബിൾ നമ്മൾ ഒരു ബൈബിൾ ഭാഗം കൊണ്ട് തുറന്നു, വായിച്ചു, ഒന്നും മനസ്സിലായിട്ടില്ല. അടുത്ത പേജ് എടുത്തു, അതിനേക്കാളും പാടുപെട്ടു, ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ പേജ് എടുത്തു, അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊന്നും പിടികിട്ടിട്ടില്ല. നമ്മളിങ്ങനെ മേപ്പിട്ട് നോക്കിയിരിക്കുകയാണ്. ഇത് കർത്താവിന് അറിയത്തില്ലേ? അറിയാം. എന്ത്? ഇത് വായിച്ചാൽ എൻ്റെ കുഞ്ഞിന് ഒരു ചുണ്ണാമ്പും മനസ്സിലാവത്തില്ല, ഒന്നും അറിയത്തില്ല. മാത്രമല്ല, ഇത് തുറക്കുമ്പോഴേ ഉറങ്ങിപ്പോകാനും സാധ്യതയുണ്ട് എന്ന് അറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവം വചനം വ്യാഖ്യാനിച്ചു കൊടുക്കും. ഇത് വ്യാഖ്യാനിച്ച് കിട്ടിയാൽ ഉറപ്പാണ് പരിശുദ്ധാത്മാവിനെ കിട്ടും. ഹല്ലേലൂയ, സ്വരമേറി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ബൈബിളിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, ബൈബിൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ. കുറച്ച് കാര്യങ്ങൾ പറയാം. പെട്ടെന്ന് പറയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൽ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്ഞിയായ കന്താക്കെ എന്ന് പറയുന്ന രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ, ഒരു ഷണ്ടൻ, യൂനക്ക്, അയാളുടെ കയ്യിൽ യേശയ്യായുടെ പുസ്തകം കിട്ടി. എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് കൊടുത്തു കാണും. വിജാതീയനെ ബൈബിൾ കിട്ടി. അവൻ ഈ ബൈബിളും വായിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ബൈബിൾ വായിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പീലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യനോട് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. നീ പോയി ആ രഥത്തോട് ചേർന്ന് നടക്കുക, എന്നിട്ട് അവനോട് ചോദിക്കുക, വായിക്കുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഷണ്ടൻ തിരിച്ചു ചോദിക്കൂ, വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാവും? ഇതാണ് ബൈബിളിൻ്റെ ഉത്തരം. ബൈബിൾ മനസ്സിലാക്കണോ? എന്ത് വേണം? വ്യാഖ്യാനം വേണം. ബൈബിൾ വെറുതെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഒക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. എല്ലാം പോയി തപ്പരുത്. പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവവചന പഠനങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ അവന് വ്യാഖ്യാനിച്ചു കൊടുക്കുക. ഉടനെ ഈ ഷണ്ടന് ബൈബിൾ, യേശയ്യായുടെ പുസ്തകം തുടങ്ങി യേശു ക്രിസ്തു വരെ ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഒടുവിൽ രഥം നിർത്താൻ അവൻ ആവശ്യപ്പെട്ടു. അവിടെ അല്പം വെള്ളം ആ സ്ഥലത്ത് കണ്ടപ്പോൾ ചോദിച്ചു, എന്നെ മാമോദീസ മുക്കാമോ?
മാമോദീസ മുക്കി അവൻ സന്തോഷത്തോടെ തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി. ക്രിസ്ത്യ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക്, പരിശുദ്ധാത്മ നിറവിലേക്ക് പൈതൽ വന്നത് വ്യാഖ്യാനിച്ച് കിട്ടിയപ്പോഴാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് ഈശോ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, ഹേയ്, യു ആർ വെരി സ്ലോ അറ്റ് ഹാർട്ട്. ഹൃദയം മന്ദതയിലായിരിക്കുന്നവരെ, ഹൃദയം മന്ദതയിലായിരിക്കുന്നവരെ. മന്ദതയിലാണ്, ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്നിട്ട് ഈശോ എന്താ ചെയ്തത്? ഭ്രോഷന്മാരായ 2 ശിഷ്യന്മാർക്ക് ഈശോ പ്രവാചകന്മാരെ കുറിച്ചും സങ്കീർത്തനങ്ങളെ കുറിച്ചും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോ വെളിപ്പെടുത്താൻ തുടങ്ങി, വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഉടനെ അവർ പറയുകയാണ്, നമ്മുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങുന്നു. കുർബാനയ്ക്കിടയ്ക്ക് നിന്നപ്പോ എമ്മാവൂസിൽ വെച്ച് കുർബാന ഈശോ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, അപ്പം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. They recognized Jesus, the risen Lord. അവർക്ക് ഈശോയെ മനസ്സിലാക്കി. കുർബാനയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് ബൈബിൾ പറയുന്നത്? വ്യാഖ്യാനിച്ച് കിട്ടണം. ഈശോ തന്നെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. He explained whatever told about him in this word of God. അപ്പൊ ഇതെല്ലാം വ്യാഖ്യാനിച്ച് കിട്ടിയപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. ഒരു സംഭവം കൂടെ പറയാം. അവർ പരിശുദ്ധാത്മ നിറവുള്ളവരായി തിരിച്ച് ജെറുസലേമിലേക്ക് പോയതിൻ്റെ കാര്യം പിടികിട്ടി, മനസ്സിലാക്കി കിട്ടി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുർബാനയിൽ വചന വ്യാഖ്യാനം സഭ നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് വ്യാഖ്യാനിച്ച് കിട്ടിയാലേ നമുക്ക് എന്ത് കിട്ടൂ? കണ്ണു തുറന്ന് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ. ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 അധ്യായം 3-4 വാക്യങ്ങൾ. അതായത് യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തത് മുതൽ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരയേറുന്നത് വരെ എത്ര ദിവസം ഉണ്ടായിരുന്നു? വല്ലതും വ്യാഖ്യാനിച്ച് കിട്ടിയോ നോക്കട്ടെ. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തത് മുതൽ സ്വർഗത്തിലേക്ക് കരയേറുന്നത് വരെ എത്ര ദിവസം ഉണ്ടായിരുന്നു? 40 ദിവസം ഉണ്ടായിരുന്നു. ഈ 40 ദിവസം എന്താണ് നടന്നതെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 അധ്യായം 3-4 വാക്യങ്ങളിൽ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഈ 40 ദിവസം എന്താണ് നടന്നത്? ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിൽ എന്താ ചെയ്തത് എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 അധ്യായം 3-4 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. വായിക്കാമോ? പീഡാനുഭവത്തിനു ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവീൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ 2 വാക്യങ്ങളിലാണ് 40 ദിവസം നടന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. 1, 40 ദിവസത്തേക്ക്, അതിൻ്റെ മൂലഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കിയാൽ ഇങ്ങനെയാണ് തിയോളജിയൻസ് പറയുന്നത്, ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, 40 ദിവസത്തേക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. 1 എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈശോ ഇവർക്ക് പ്രത്യക്ഷപ്പെടുമായിരുന്നു. 2, 40 ദിവസവും പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ ചെയ്തത് ദൈവരാജ്യത്തെക്കുറിച്ച് മുഖതാവിൽ ഇവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈശോ ഈ 40 ദിവസവും ഇവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. He explained the word of God. അവൻ ഈ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. He interpreted the word of God. 3, for 40 days he ate salt with them എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ 40 ദിവസത്തേക്ക് ഈശോ അവരോടൊപ്പം ഉപ്പ് തിന്നുകൊണ്ടിരുന്നു. ബൈബിളിൽ അങ്ങനെ ഒരു ഭാഷയുണ്ട്. പിന്നെ മലയാളത്തിൽ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ? ഉപ്പ് തിന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് 40 ദിവസത്തേക്ക് ഈശോ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ബൈബിളിൽ നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. ഉപ്പ് എന്ന് പറയുന്നത്, ലവണ ഉടമ്പടി എന്ന് പറയുന്നത് നിത്യമായ ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അടയാളമാണ്. എന്ന് വെച്ചാൽ 40 ദിവസത്തേക്ക് ഈ ശിഷ്യന്മാരെ ഈശോ വിശുദ്ധ കുർബാനയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഇവരോടൊപ്പം അപ്പം മുറിച്ച് ഭക്ഷണത്തിനിരുന്നു എന്ന് പറയുമ്പോൾ
പ്രിയപ്പെട്ടവർ, 40 ദിവസവും ഈശോ കുർബാന അർപ്പിച്ചുകൊണ്ട് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം മുറിച്ചവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ നിത്യമായ ഒരു ഉടമ്പടി, സ്വർഗീയമായ ഒരു ഉടമ്പടി, an eternal covenant with them. അത് ദൈവം ഈ ശിഷ്യന്മാർക്ക് നൽകിയത്. 3 കാര്യങ്ങളാണ് ഞാൻ ആവർത്തിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. 40 ദിവസം ഈശോ എന്താ ചെയ്തത്? 1, 40 ദിവസത്തേക്ക് ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. 2, 40 ദിവസത്തേക്ക് ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. 3, വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ 40 ദിവസം ചെയ്തത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 40 ദിവസത്തെ എക്സ്പ്ലനേഷന് ശേഷം, വ്യാഖ്യാനത്തിന് ശേഷം, പഠിപ്പിക്കലിന് ശേഷം, ദൈവവചന പഠനത്തിന് ശേഷം, തിരുവചന പഠനത്തിന് ശേഷം 10 ദിവസം ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ അമ്മയോടൊപ്പം ഇൻറ്റൻസ് പ്രയർ, എൻ്റെ അമ്മയോടൊപ്പം സെഹിയോൻ മാളികയിൽ നിങ്ങൾ എങ്ങോട്ടും പോകാതെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. 10-ാം ദിവസം ദ ഔട്ട്പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലരും കരുതുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, കുറെ നാളിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നാണ്. കുറെ നാൾ 10 ദിവസം ഇങ്ങനെ ശക്തമായിട്ട് 40 ദിവസം ശക്തമായി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. അങ്ങനല്ല ബൈബിൾ പഠിപ്പിക്കുന്നെന്ന്. 40 ദിവസം നീ തിരുവചനം പഠിക്കണം, വ്യാഖ്യാനിച്ച് കിട്ടണം. ഇതാണ് ദൈവത്തിന്റെ മെത്തഡോളജി. പരിശുദ്ധാത്മാവിനെ എങ്ങനെ കിട്ടുക? യു നീഡ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം ഈ വചനത്തിൽ എന്തുമാത്രം നീ ആഴത്തിലേക്ക് പോകാമോ, ഈ വചനത്തിന്റെ ഓണർ, ഈ വചനത്തിന്റെ ഉടമസ്ഥൻ ഈ വചനത്തിന്റെ അടിയിൽ കിടപ്പുണ്ട്, അവന്റെ അടുത്ത് നീ എത്തും. യു വിൽ ഗെറ്റ് ദ ഹോളി സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ പുറമെയുള്ള ചില വ്യാഖ്യാനങ്ങളല്ല വേണ്ടത്. അതുകൊണ്ടാണ് തിയോളജി ഇറ്റ്സ് എ മസ്റ്റ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയാൻ കാര്യം. ദൈവശാസ്ത്രം പഠിക്കണമെന്ന് പറയാൻ കാര്യം ഇതിന്റെ ആഴങ്ങൾ, ഇന്നർ മീനിങ് ഇതിനെ മനസ്സിലാക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ ഈ വചനത്തിന്റെ അടിത്തട്ടിൽ ഉള്ള ഈ വചനത്തിന്റെ ഉടമസ്ഥനെ കുഴിച്ച് 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 ഖനനം ചെയ്ത് നമ്മൾ കണ്ടെത്തുകയുള്ളൂ. കണ്ടെത്തിയാൽ അവനെ കുറിച്ച് ഈശോ പറയുന്നതാണ്, പാറമേൽ ഭവനം പണിതവൻ. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, അത് വീഴില്ല. കാരണം അത് ഉറപ്പുള്ളതാണ്. എന്നാൽ മണൽപ്പുറത്ത് ഉപരിപ്ലവമായ ചില വ്യാഖ്യാനങ്ങളിൽ നിന്നാൽ വീണുപോകും. പരിശുദ്ധാത്മാവിനെ എങ്ങനെ കിട്ടുന്നത്? യു നീഡ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കണം, പഠിക്കണം. പഠിച്ചാലേ ഇത് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ശിഷ്യന്മാർ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ലോകത്തിന്റെ അതിർത്തികളോളം പോയി. An effective service of the word of God. ലോകത്തിന്റെ അതിർത്തികളോളം പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തുവാൻ, സുവിശേഷം കൊടുക്കാൻ, ജ്ഞാനം കൊടുക്കാൻ അവർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? 40 ദിവസം they were with the word of God. അവർക്ക് കാര്യത്തിന്റെ പൊരുള് പിടികിട്ടി. എന്നിട്ട് 10 ദിവസം ഈ പൊരുളിന് വേണ്ടി ദാഹത്തോടവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ ശുശ്രൂഷയാണ് ആദിമ സഭയുടെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്തണമെങ്കിൽ പുസ്തകം തുറക്കണം, ബൈബിൾ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകും, ഒരു ആത്മനിറവിൻ്റെ ജീവിതം നമുക്കുണ്ടാകും. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് വെറുതെ ഈശോയെ കർത്താവേ എന്നൊന്ന് വിളിക്കുന്നതുകൊണ്ടൊന്നും അല്ല, മറിച്ച് നമ്മൾ അറിഞ്ഞ ഒരു സത്യമുണ്ട്. ഈ സത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. നാം അറിഞ്ഞ ക്രിസ്തു എന്ന ഏകരക്ഷകനെന്ന സത്യമുണ്ട്. ഈ സത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാതെ ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, വളരെ ഉപരിപ്ലവമായ ഒരു ജീവിതമാണ്. എപ്പോൾ വേണമെങ്കിലും താണു പോകാം. പലരും മരണക്കിടക്കയിലൊക്കെ വാവിട്ട് നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ജീവിച്ച വിശ്വാസമൊക്കെ കാറ്റിൽ പറത്ത് ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പോലും തളർന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്താൻ നമുക്ക് ആകട്ടെ. വചനം വ്യാഖ്യാനിച്ച് പഠിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ.